ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസ്ഥ ഏറ്റെടുത്തതും ഇന്ന് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ബിസിനസ്സിൽ സാധിക്കുന്നത് കൊണ്ടാണ് ആ ഒരു പ്രൊഫഷൻ പഠിച്ചത് എവിടെയും പോവില്ല അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഫഷൻ അല്പകാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഫിനാൻഷ്യലി നമ്മൾ സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് മേഖലയിൽ വേണമെങ്കിലും ഏത് പാഷൻ വേണമെങ്കിലും നമുക്ക് തുടർന്നുകൊണ്ട് പോകാം അല്ലെ. പാഷൻ മാത്രം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ എന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ എന്നെ പോലെ സാധാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരന്മാരായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കിയിട്ടുള്ള ഒരു ബിസിനസിന്റെ വലിയൊരു അവസരത്തെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റോളം അല്ലെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന സാധനം, ആ ഒരു ടേണിംഗ് പോയിന്റ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഒരു അവസരമായിരിക്കും. അപ്പൊ ആ ഒരു 15 മിനിറ്റ് നിങ്ങളുടെ വിലയേറിയ 15 മിനിറ്റുകൾ ഞാൻ ഇവിടെ കടം ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻസ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ് മാഡം, ഓക്കെ ആണ്. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫിജിക്കാർട്ട്.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. തൃശ്ശൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ 24ാമത്തെ ഒരു ബിസിനസ് ആയിട്ടാണ് ഫിജിക്കാർട്ട്.com രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ്. ഫിസിക്കലും ഡിജിറ്റലും സമന്വയിപ്പിച്ചുള്ള ഒരു ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് നമുക്കറിയാം. ചിലപ്പോൾ ഒരു പക്ഷേ ഫിജിറ്റൽ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഫിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. നമുക്ക് എന്തൊരു സാധനങ്ങളും സേവനങ്ങളും നേരിട്ട് പോയിട്ടും അല്ലാതെയും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സുകൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നത്. സാധനങ്ങൾ ഓൺലൈൻ ആയിട്ടും അല്ലാതെയും കടകളിൽ പോയിട്ടും നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു രീതിയിലെത്തി. അതായത് ഫിസിക്കൽ ആയിട്ടും നമുക്ക് പേഴ്സണലി പോയി കണ്ടറിഞ്ഞും അല്ലാതെ ഡിജിറ്റൽ ആയിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലേക്ക് ഇന്ന് കാലഘട്ടം മാറി എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളാണ്. ഇനി നമ്മളൊന്ന് പിന്തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-20 വർഷങ്ങൾ മുതൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലാൻഡ് ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോൺ വന്നതോടുക്കനെ ഇന്റർനെറ്റിന്റെ ലോകം എല്ലാ ആളുകളിലേക്കും തുറന്നു കൊടുത്തു. ആ ഇന്റർനെറ്റിന്റെ ലോകത്തിൽ തന്നെ ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കി ഇന്ന് റീറ്റെയിലിംഗ് രംഗത്ത് തന്നെ നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ മാറിയിട്ട് നമ്മളിപ്പോ ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള ഓൺലൈൻ സൈറ്റുകളിലൂടെ പർച്ചേസ് ചെയ്യാൻ ആളുകൾ സാധിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ സ്റ്റോറുകളാണെങ്കിൽ പകലിൽ മാത്രം കച്ചവടം നടക്കുന്ന രീതി മാറിയിട്ട് ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് രീതിയിലേക്ക് മാറിയപ്പോൾ രാത്രിയും പകലും 24 മണിക്കൂറും ബിസിനസ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കും വളർത്താനായിട്ടും ഇന്നത്തെ ടെക്നോളജിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രൊഫസർ ലിയോൺ സി മെക്കിൻസന്റെ വാക്കുകൾക്ക് വലിയൊരു പ്രാധാന്യമുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്ങസ്റ്റ് ഓർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ഹു വിൽ സർവൈവ് ബട്ട് ദോസ് ഹു ക്യാൻ ബെസ്റ്റ് മാനേജ് ചേഞ്ച്. ഏറ്റവും ശക്തനോ ബുദ്ധിമാനോ ആയിട്ടുള്ള വ്യക്തിയല്ല ഇന്ന് സർവൈവ് ചെയ്തു പോകുന്നത്. ആരാണോ മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുന്നത് അവനാണ് വിജയിക്കുക എന്നല്ല പറഞ്ഞത്, സർവൈവ് ചെയ്തു പോവാൻ, അതായത് നിലനിന്ന് പോവാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാറ്റത്തിനെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ കമ്പനിയാണ് ഫിജിക്കാർട്ട്. ഈ ഫിജിക്കാർട്ടിൽ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന 4 മേഖലകളുണ്ട്. ഈ 4 മേഖലകളെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ എന്ന് പറയുന്ന സൈറ്റുകൾ നിങ്ങൾ കണ്ടാൽ അറിയാം. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു ഡെലിവറി ചാർജ്, പ്ലാറ്റ്ഫോം ചാർജ്, അങ്ങനെ ഒരു കുഞ്ഞു ചാർജ് പോലും അവർക്ക് വലിയ വരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. OTT പ്ലാറ്റ്ഫോമിൽ നമ്മൾ റീചാർജ് ചെയ്ത് കാണുന്നു. അതുപോലെ തന്നെ ബില്ല് പേ ചെയ്യുന്ന സമയത്ത് വരുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ്, ബാങ്കിങ് കോസ്റ്റുകൾ, ബാങ്കിന്റെ ആപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്തുള്ള കോസ്റ്റുകൾ, ഇതെല്ലാം ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു വരുമാനമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് വിദ്യാഭ്യാസം കൂടിയത് കൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവരുടെ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഏതൊരു കസ്റ്റമർക്കും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയോ അല്ലെങ്കിൽ ഒരു സൈറ്റിലൂടെയോ കസ്റ്റമർക്ക് ഡയറക്റ്റ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ഇവിടെ ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കച്ചവട രീതിയാണ് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെഫറൽ മാർക്കറ്റിംഗ് മുന്നേ നമ്മുടെ നാട്ടിൽ
ഒരുപാട് ആളുകൾ റെഫറൽ മാർക്കറ്റിംഗിലൂടെ വരുമാനം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് ആയിക്കോട്ടെ, ബ്രോക്കേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്നത് റെഫറൽ മാർക്കറ്റിംഗ് തന്നെയാണ്. എന്നാൽ സാധാരണ ജനങ്ങൾ റെഫറൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു അവസരം ഇന്നേ വരെ ഇല്ലെങ്കിൽ ഇന്ന് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം റെഫറൽ മാർക്കറ്റിംഗിനുള്ള അവസരം കൂടിയാണ് നമുക്ക് തരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ, പല സേവനങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ നല്ലതെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ആ നല്ലത് പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം നമുക്കൊരു വരുമാനം കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന ഒരു മേഖല ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയാണ്. ഇന്ന് കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാക്കുകയും ഇന്ന് ഒരു ഫുഡ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകങ്ങൾ പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ പോഷകങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വെൽനസ് പ്രൊഡക്റ്റുകളുടെ ഉപയോഗം സാധാരണ ജനങ്ങളിലേക്ക് കൂടുതലായി കാണപ്പെടുന്നു. അത് തന്നെയാണ് ഈ ഒരു മേഖലയിലെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതും. അങ്ങനെ ഇന്ന് ലോകത്ത് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനിലും ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഈ 4 മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇ-കൊമേഴ്സ് റീറ്റെയിൽ റവന്യൂ, ഇ-കൊമേഴ്സ് രംഗത്തെ റീറ്റെയിൽ റവന്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ മുന്നേ വന്ന് ഈ ബിസിനസ് മോഡൽ നമ്മുടെ നാടുകളിൽ സക്സസ്ഫുൾ ആവും എന്ന് കാണിച്ചിട്ടുള്ളതാണ് ഫേസ്ബുക്ക്, ആമസോൺ, യൂബർ, പേപാൽ, ഓല, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന കമ്പനികൾ. ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകളോ അല്ലെങ്കിൽ സ്വന്തം വാഹനങ്ങളോ പോലും ഇല്ലാതെ ഹയർ ചെയ്തുകൊണ്ടും ഇടനിലക്കാരനായിട്ടും പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ ഈ പ്ലാറ്റ്ഫോമുകൾ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവർ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന വരുമാനം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 2009 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ $390 കോടിയുടെ ഡോളറാണ് വരുമാനമെങ്കിൽ 2016 അതിൽ 3800 കോടിയിലേക്ക് കടന്നിരിക്കുന്നു. 2024 അത് 16,400 കോടിയിലേക്ക് മാറിയിരിക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഏകദേശം 32,800 കോടി രൂപയാണ് ഈ പറയുന്ന ഇ-കൊമേഴ്സ് മേഖലയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെയാണ് നമുക്കൊരു വരുമാന സാധ്യതയും കൂടി ഒളിഞ്ഞു കിടക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഭൂമി. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഡയറക്ട് സെല്ലിംഗിന്റെ കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുന്നേ ഈ ബിസിനസ് പല രാജ്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല പല രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ നോക്കാം, USA, ചൈന, ജപ്പാൻ, കൊറിയ, ബ്രസീൽ, മെക്സിക്കോ, ഫ്രാൻസ്, മലേഷ്യ പോലുള്ള രാജ്യങ്ങളും അവരുടെ പോപ്പുലേഷനും ഇന്ത്യയുടെ പോപ്പുലേഷനും നോക്കുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എന്നാൽ USA, ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മളെക്കാൾ പോപ്പുലേഷൻ കുറവാണ്. പക്ഷേ അവർ ഈ മേഖലയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന വരുമാനം നമ്മളെക്കാൾ കൂടുതലാണ്. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, USA-ൽ 34 കോടി ജനങ്ങളേ ഉള്ളൂ. പക്ഷെ അവരുണ്ടാക്കിയെടുക്കുന്ന വരുമാനം 3,37,000 കോടി വരുമാനമാണ് അവർ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി കൊറിയ നോക്കാം, വെറും 5 കോടി. കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിന്റെ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്ത കൊറിയയിൽ അവരുണ്ടാക്കുന്നത് 1,54,000 കോടിയാണ്. മലേഷ്യ, നമ്മുടെ തന്നെ ജനസംഖ്യയുള്ള മലേഷ്യയില് 30,000 കോടി രൂപയാണ് അവരവിടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗിൽ നിന്ന് വരുമാനമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുന്ന സമയത്ത് 23,000 കോടി മാത്രമേ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതൊരിക്കലും ഈ ഒരു മേഖലയുടെ നെഗറ്റിവിറ്റി അല്ല, പകരം ഈ ഒരു മേഖലയെ കുറിച്ച് നമ്മുടെ ജനങ്ങളിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് ഇല്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 2018 വരെ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിയമത്തിന് വിധേയമായിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം 75,000 കോടിയുടെ ടേൺ ഓവർ 2030 ആകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യവും കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരികയും ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ടൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ 2018 കൂടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരികയും ചെയ്തു. ഏകദേശം ഇന്ന് നിലവിൽ 92 ലക്ഷം ആളുകളാണ് ഈ ഒരു മേഖലയിൽ വന്നിട്ടുള്ളെങ്കിൽ അതിൽ 48% സ്ത്രീകളാണ് എന്നുള്ളതാണ്. മറ്റു ജോലികളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ടും അല്ലാതെയും ഈ ഒരു ബിസിനസ് മേഖല ചെയ്യാൻ സാധിക്കും. അവരുടെ കുട്ടികളെ നോക്കിക്കൊണ്ടും എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വുമൺ പാർട്ടിസിപ്പേഷൻ ഈ ഒരു മേഖലയിൽ കൂടുതലാണ്. സ്ത്രീ ശാസ്ത്രീകരണത്തിന് ഏറ്റവും ഒരു ഉദാഹരണ ഒരു മേഖല കൂടിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്.
ഇത്രയും വലിയ ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു സിലബസ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ നമ്മുടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇത് പാഠ്യ വിഷയമാണ്. MBA-ക്കും +1-നും +2-നും എല്ലാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാഠ്യ വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലീഗാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ മുൻ കാലഘട്ടങ്ങളിൽ ഈ ഒരു മേഖല ഇതാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഒരു ലീഗൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാൻ കാർഡ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2018 മുതൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥയുണ്ട്. 2021 എങ്ങനെയാണ് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ വിൽക്കാം, എന്തൊക്കെ വിൽക്കാൻ പാടില്ല, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കപ്പെടണം, എവിടെയൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. കമ്പനിയെ മോണിറ്റർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ ഇന്ത്യ ഒട്ടാകെ വ്യത്യസ്തമായിട്ടുള്ള റൂൾസുകളാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായി അറിഞ്ഞു വെച്ചതിന് ശേഷം ഒരു 2018 ഈ നിയമം വന്നതിന് ശേഷമാണ് ദുബായിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നത്, കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ന്യൂസ് പേപ്പേഴ്സിൽ വന്ന കട്ടിങ്ങുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 100 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അന്ന് പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും അതൊരു വാർത്തയായിരുന്നു. ഇനി നമ്മുടെ മാനേജ്മെന്റിനെ പരിചയപ്പെടാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സെലിബ്രിറ്റി ബിസിനസ്മാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ഞങ്ങൾ എല്ലാവരും പ്രിയത്തോടെ വിളിക്കുന്ന ബോച്ചയാണ് നമ്മുടെ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 25ഓളം ബിസിനസ് പ്ലാറ്റ്ഫോമുകളുടെ ഓണറാണ് അദ്ദേഹത്തിന്റെ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ഏകദേശം 60ഓളം ജ്വല്ലറി ഔട്ട്ലെറ്റുകൾ, ബോച്ചെ ഗോൾഡ് ലോൺ, ക്ലബ് ഓക്സിജൻ റിസോർട്ട്, ബോച്ചെ അപ്ലയൻസസ്, ലെൻസസ്, അതേപോലെ തന്നെ ബോച്ചെ 1000 acres, അങ്ങനെ ഒട്ടനവധി ഒരു കയ്യിലെ വിരലുകളിൽ കൂടുതൽ എണ്ണാവുന്നതിലത്രം ബിസിനസ് സംരംഭം നടത്തുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അപ്പൊ അത്രയും വലിയ ഒരു വ്യക്തി ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു മേഖല സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ഇവിടെ ഇറക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു വിഷനും മിഷനും കമ്പനിക്ക് ഉണ്ടാവും. കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റീറ്റെയിലിംഗ് രംഗത്ത് മുൻനിരയിലേക്ക് എത്തുക, അതിനോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളിലേക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരവും അവന്റെ സാമ്പത്തികമായ ഭദ്രത ഉയർത്താനുള്ളൊരു അവസരം കൂടിയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ ഈ ഒരു മിഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഫിജിക്കാർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി കമ്പനി സജ്ജീകരിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണുള്ളത്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്, ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ ഫോട്ടോസ് ആണ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ സ്റ്റോറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റലും ഫിസിക്കലും ആയിട്ടുള്ള സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന് പറയുന്ന കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ലാത്ത ഒരു ഫിസിക്കൽ സ്റ്റോർ, ഒരു കടയോ ഷോറൂമോ ഗോഡൌണോ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഫിസിക്കൽ, ഡിജിറ്റൽ മാത്രമല്ല ഫിസിക്കൽ സ്റ്റോറുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സ്വന്തം ബ്രാൻഡുകളാണ്. ഫിജിക്കാർഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓൺ മാനുഫാക്ചറിംഗ് യൂണിറ്റിലുള്ള ബ്രാൻഡുകളാണ്. ഒരു മനുഷ്യന് ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും ഇന്ന് നമുക്ക് ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഫ്യൂസ്ലേജ്, ആയുർവേ, കിൻഡ്ര, ന്യൂട്രീവ, ആര്യസൂക്ത, ഫിജി ഗ്രീൻ, ഡേ ബോബീസ് മസാല, ടിവോണോ വാട്ടർ പ്രൂഫ് പെയിന്റ്, കിച്ചൺ അപ്ലയൻസസ്, അതുപോലെ തന്നെ കുട്ടികളുടെ പ്രോഡക്ട്സ്, ഇതിന് പുറമെ തന്നെ നമ്മുടെ ടൂർ പാക്കേജുകൾ, അങ്ങനെയുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളും സർവീസസും ഫിജിക്കാർഡിന്റെ ബ്രാൻഡിൽ ഇന്ന് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ഈ ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും പ്രായഭേദമന്യേ എക്സ്പീരിയൻസ് ആവശ്യമില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല, ഒന്നുമില്ലാതെ ഒരു KYC ഡോക്യുമെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് എഗ്രിമെന്റ് സൈൻ ചെയ്തുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ സാധിക്കും. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന ഒരു വ്യക്തി, ഒരു അഫിലിയേറ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തി ഇവിടെ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്.
ഓൺലൈനായിട്ടോ ഫിസിക്കലായിട്ടോ കമ്പനിയുടെ പ്രൊഡക്റ്റുകളെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് വളരെ ശക്തമായിട്ട് ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടുമുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം? ട്രേഡ് വിത്ത് ടെക്നോളജി അല്ലെ. നമ്മൾ ഇവിടെ സാധാരണ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പോലെയല്ല, ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു കച്ചവട രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സിലും നമ്മുടെ ബിസിനസ്സിലും നമുക്ക് എന്താണ് ഗുണം കിട്ടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം. ഇവിടെ ഒരു ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം ട്രഡീഷണൽ മാനുഫാക്ചറിങ് ബിസിനസ്സുകളിൽ, അതായത് സാധാരണഗതിയിൽ നമ്മൾ കടയിൽ നിന്ന് ഒരു പേസ്റ്റോ സോപ്പോ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ഇടനിലക്കാരിലൂടെയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റിന്റെ കോസ്റ്റും എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു റീറ്റെയിലറിന്റെ കയ്യിൽ ആ സാധനം എത്തുന്നത്. കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇടനിലക്കാരുടെ വരുമാനവും അതേപോലെ തന്നെ അവിടെ ഉള്ള അഡ്വർടൈസ്മെന്റ് കോസ്റ്റും എല്ലാം കൊടുത്തുകൊണ്ടാണ് ഒരു കസ്റ്റമർ അവിടെ ഒരു റീറ്റെയിലറിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നത്. ചിലപ്പോൾ ഒരു 100 രൂപയായിരിക്കാം ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റിന് കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഉൽപാദന ചെലവ് ചിലപ്പോൾ ഒരു 10 രൂപ മാത്രമായിരിക്കാം. എന്നാൽ ഇതേ സാധനം ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്കൗണ്ടിന് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ സാധിക്കും. അവിടെ എന്താണ് അതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 5 or 6 ഇടനിലക്കാര് കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വരുന്നതെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് മാത്രമാണ് അവിടെ ഒരു ഇടനിലക്കാരൻ എന്ന് പറയുന്നത്. 5ഓളം ഇടനിലക്കാര് ഒരൊറ്റ ഇടനിലക്കാരനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ട് ചുരുങ്ങി. അതുകൊണ്ട് തന്നെ 5ഓളം ഇടനിലക്കാർക്ക് കൊടുക്കേണ്ട ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറഞ്ഞുകൊണ്ട് ഒരു 20%, 30% ഡിസ്കൗണ്ടിൽ കസ്റ്റമേഴ്സിന് ഇ-കൊമേഴ്സ് സൈറ്റുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ കസ്റ്റമർക്കും ലാഭം എന്ന് തോന്നും, ഇ-കൊമേഴ്സ് സൈറ്റുകൾക്കും അവിടെ ലാഭം എന്ന് തോന്നാം. എന്നാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ, ഫിജികാർട്ട് എന്ന് പറയുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഇവിടെ അഡ്വർടൈസ്മെന്റ് ഇല്ല, ഇടനിലക്കാരില്ല, നമ്മൾ തന്നെയാണ് ഇടനിലക്കാരും, നമ്മൾ തന്നെയാണ് അഡ്വർടൈസ്മെന്റും പ്രൊമോഷനും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ കസ്റ്റമറും ഓരോ പാർട്ട്ണർ സ്റ്റോറുകളാണ്. കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം, കമ്പനി ഏത് കസ്റ്റമർ ആണോ അടുത്ത കസ്റ്റമർക്ക് റെഫർ ചെയ്യുന്നത് ആ കമ്പനിയുടെ ലാഭം ആ കസ്റ്റമർക്ക് ലാഭവിഹിതമായിട്ട് ഏകദേശം 48% കമ്പനി കസ്റ്റമർക്ക് വരുമാനമായിട്ട് കൊടുക്കുന്നത്. അതായത് ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ ഡിസ്കൗണ്ട് കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഫിജികാർട്ട് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ലാഭവിഹിതമാണ് ഇവിടെ കസ്റ്റമേഴ്സിന് വീതിച്ചു നൽകുന്നത്. ഇത് ഒരു 7 തരത്തിലാണ് കമ്പനി നൽകുന്നത്. ആദ്യത്തെ ഒരു തരം എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മൾ ഏതൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് പോലെ ഫിജികാർട്ടിലും നമുക്കൊരു പാർട്ട്ണർ സ്റ്റോർ തുറക്കാനായിട്ട് നമ്മുടെ KYC ഡോക്യുമെന്റ്, ആധാർ, പാൻ കാർഡ്, അതും ഒരു ഇമെയിൽ ID, ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങളെ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തിയായിരിക്കും നിങ്ങളെ ഈ ബിസിനസ്സിലെ റീറ്റെയിൽ സ്റ്റോർ ഇടാൻ അല്ലെങ്കിൽ നിങ്ങളെ സ്പോൺസർ ചെയ്യാനായിട്ട് സഹായിക്കുക. അങ്ങനെ കിട്ടുന്ന പാർട്ട്ണർ സ്റ്റോർ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ സ്റ്റോറിൽ കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽപ്പന നടത്താനുള്ള പെർമിഷൻ കൂടിയാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഒരു ഡിസ്കൗണ്ടിലായിരിക്കും നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നത്. അത് നമുക്ക് മറിച്ചിട്ട് വിൽക്കാനുള്ള പെർമിഷനാണ് അല്ലെങ്കിൽ റെഫർ ചെയ്യാനുള്ള പെർമിഷനാണ് കമ്പനി റീറ്റെയിൽ പ്രോഫിറ്റിലൂടെ കമ്പനി നമുക്ക് പാർട്ട്ണർ സ്റ്റോറിലൂടെ തരുന്നത്. അതിലൂടെ നമുക്കൊരു റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ്. ഇത് രണ്ടാമതൊരു തരത്തിലുള്ള വരുമാനമാണ്. നമുക്ക് കിട്ടിയ റീറ്റെയിൽ സ്റ്റോർ നമുക്ക് മറ്റുള്ള ആളുകളിലേക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കാം. ഉദാഹരണത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ റീറ്റെയിൽ സ്റ്റോർ എന്റെ ബന്ധുവിനോ അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിനോ എനിക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എന്റെ ബന്ധുവിലും സുഹൃത്തിലും നടക്കുന്ന കച്ചവടത്തിന്റെ കമ്മീഷൻ കൂടി എനിക്ക് അവകാശപ്പെട്ടാണ്. ഉദാഹരണത്തിന് എന്റെ ഒരു ബന്ധുവിന്റെയോ എന്റെ ഒരു സുഹൃത്തിന്റെയോ കടകളിൽ ഒരു പോയിന്റിന്റെ കച്ചവടം നടക്കുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ അന്ന് എനിക്ക് കമ്മീഷൻ ആയിട്ട് ലഭിക്കുന്നു. അതേപോലെ നിങ്ങളുടെ ഒരു ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ഒക്കെ ബിസിനസ് ആണ് നടക്കുന്നെങ്കിൽ, 100 പോയിന്റിന്റെ കച്ചവടമാണ് നടക്കുന്നെങ്കിൽ 2000 രൂപയാണ് ഒരു ദിവസം നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നത്. അങ്ങനെ 2000 മുതൽ ഒരു ദിവസം 30,000 രൂപ വരെ വരുമാനം വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് ആണ് ഈ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ബോണസിൽ പറയുന്നത്. ഇപ്പൊ കച്ചവടമാണ്, എല്ലാ സമയത്തും ഒരുപോലെ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ബന്ധുവിനോ അല്ലെങ്കിൽ സുഹൃത്തിനോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഒരേപോലെ കച്ചവടം നടത്താൻ പറ്റില്ല. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരു ദിവസം 500 പോയിന്റിന്റെ കച്ചവടം അതേ ദിവസം നമ്മുടെ സുഹൃത്തിന്റെ കടയിൽ 1000 പോയിന്റിന്റെ കച്ചവടം നടക്കുമെങ്കിൽ 500 മാച്ച് ചെയ്തുകൊണ്ട് 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അന്ന് ക്രെഡിറ്റ് ആവുന്നു. 1500ന്റെ കച്ചവടമാണ് നടക്കുന്നെങ്കിൽ 1500 മാച്ച് ചെയ്ത് 30,000 രൂപ ഇവിടെ സീലിംഗ് എന്ന് നമ്മൾ പറയും. ഒരു ദിവസം മാക്സിമം ഈ കമ്പനി കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് 30,000 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ. അങ്ങനെ ഒരു മാസം 9
ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു അൺലിമിറ്റഡ് ഇൻകം ആഗ്രഹിക്കുന്നവർക്കുള്ളതെന്നാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിസിനസ് എക്സ്പാൻഷൻ ബോണസിൽ കമ്പനി ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ബോണസ് അൺലിമിറ്റഡ് ഇൻകം ആണ്. എത്ര വരുമാനമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയും നമുക്ക് ജനറേഷൻ ബോണസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മൾ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ഒരു വ്യക്തി, അവരിലൂടെ നടക്കുന്ന കച്ചവടത്തിൽ പിന്നീട് ഒരു 100 പോയിന്റിന്റെ കച്ചവടമാണ് മാക്സിമം ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ 100ൽ കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് പിന്നീട് ഈ വ്യക്തികൾ എത്ര തന്നെ പർച്ചേസ് ചെയ്താലും അതിന്റെ 20 മുതൽ 50% കമ്പനി മാസം തോറും ലിമിറ്റ് ഇല്ലാതെ അവരെ പരിചയപ്പെടുത്തിയ വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ് ജനറേഷൻ ബോണസിന്റെ പ്രത്യേകത. അതായത് നമുക്ക് ഇത്ര ആളുകൾ അല്ലെങ്കിൽ ഇത്ര പാർട്ട്ണർ സ്റ്റോറുകളെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇവിടെയില്ല. എത്ര പാർട്ട്ണർ സ്റ്റോറുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വരുമാനം വാങ്ങിക്കാനുള്ള ഒരു അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ആണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് മുതൽ 2 ലക്ഷം രൂപയുടെ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കമ്പനി നമുക്ക് നൽകുന്നത്. അതുപോലെ മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന സാധനം കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ മുതൽ ഒരു 300 പോയിന്റിൽ കൂടുതൽ മാച്ച് ചെയ്യുന്ന സമയത്ത് മാസം ഒരു 10,000-നും 20,000-നും ഇടയിലുള്ള ഒരു വരുമാനം ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരത്തിൽ നിന്നും പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ചെയ്യുന്ന ആളുകൾക്ക് സെയിൽസ് മാനേജർ എന്ന പൊസിഷൻ എത്തുന്നത് മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് മന്ത്ലി പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാധനം ആഗ്രഹിച്ചുകൊണ്ടാണ് പാർട്ട് ടൈം ആയിട്ട് ഫിജികാർട്ട് എന്ന് പറയുന്ന ബിസിനസ് അവസരം ടീച്ചിങ് പ്രൊഫഷന്റെ കൂടെ ഞാൻ ഏറ്റെടുത്തത്. അന്ന് എനിക്ക് എന്റെ സാലറിയോടൊപ്പം തന്നെ ടീച്ചിങ്ങിൽ പോകുന്ന സമയത്ത് ആ സാലറിയോടൊപ്പം തന്നെ ഡെയിലി ഒരു 1 അവർ ഫിജികാർട്ട് വർക്ക്ഔട്ട് ചെയ്ത സമയത്ത് എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് മാസം ഒരു 16,000-ൽ കൂടുതലുള്ള ഒരു വരുമാനം. അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്ത് തന്നെ ഒരു 2 വരുമാനം വാങ്ങിക്കാനുള്ള ഓപ്ഷൻ കൂടിയാണ് ഫിജികാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഡെയിലി ഇൻകം കണ്ടു, ജനറേഷൻ ബോണസ് കണ്ടു, മാസത്തിൽ കിട്ടുന്ന വരുമാനം വന്നു. ഒരു കൊല്ലത്തിൽ നടക്കുന്ന കച്ചവടം ഓൾ ഓവർ ഇന്ത്യയിൽ ഫിജികാർട്ടിൽ നടക്കുന്ന കച്ചവടത്തിന്റെ 0.5 to 1.5% കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് മുതൽ കമ്പനി ഈക്വൽ ആയിട്ട് എല്ലാ മാസവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നു, എല്ലാ കൊല്ലവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. ഇനി ഇതിലും കൂടുതൽ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അടുത്ത് പറയുന്ന ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്നത്. ഇത്രയും വരുമാനങ്ങൾക്ക് പുറമെ കമ്പനി നമുക്ക് അടുത്ത ഒരു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് തരുന്നത് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുന്ന സമയത്ത് 50,000 രൂപയുടെ റൈഡർ ഫണ്ട് ആണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഈ ഒരു ഫണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 2 കൊല്ലം മുന്നേ കിട്ടിയതാണ് ഞാൻ ഈ കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് മാനേജർ ആയ സമയത്ത്. അതുപോലെ തന്നെ കമ്പനിയുടെ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന സമയത്തുമ്പോൾ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കമ്പനി നമുക്ക് നൽകുന്നു. ഇനി അടുത്ത് പോകാനിരിക്കുന്ന റാങ്കാണ് 5 ലക്ഷത്തിന്റെ. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒരുപാട് ആളുകൾക്ക് 5 ലക്ഷത്തിന്റെ ഫണ്ട് കമ്പനി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എത്തുമ്പോൾ 20 ലക്ഷം രൂപയുടെ 2 പേർക്ക് ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് ആണ്. 12 ദിവസം 9 രാജ്യങ്ങൾ കറങ്ങാനുള്ള ഒരു അവസരമാണ് കമ്പനി നമുക്ക് ഇവിടെ നൽകുന്നത്. പ്രീമിയം കാർ ഫണ്ട് 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് ആണ് കമ്പനി നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന പൊസിഷൻ എത്തുന്ന സമയത്ത് കമ്പനി നൽകുന്നത്. അതുപോലെ തന്നെ 1 കോടിയുടെ വില്ല ഫണ്ടാണ് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന സമയത്ത് കമ്പനി നമുക്കിവിടെ നൽകുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഇതൊക്കെ കിട്ടുന്നതാണോ, ഇതൊക്കെ കൊടുക്കുന്നതാണോ, ഇതൊക്കെ എന്നെ പോലുള്ള വ്യക്തികൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരാം. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു 1 ടൈം പർച്ചേസിലൂടെ നമുക്കൊരു സ്റ്റോർ രജിസ്റ്റർ ചെയ്ത് കിട്ടും. ആ സ്റ്റോർ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ വരുന്ന ടീം അവർ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരും. അതിലൂടെ നമുക്ക് അടുത്ത ഓരോ പൊസിഷനും കമ്പനിയിൽ ഏകദേശം 13 പോസ്റ്റുകളാണുള്ളത്. ഈ 13 പോസ്റ്റുകളും അച്ചീവ് ചെയ്യാനായിട്ട് ടീമും ടീമിലെ ലീഡേഴ്സും നിങ്ങളെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. കമ്പനിയുടെ ഫസ്റ്റ് പൊസിഷനായ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പൊസിഷൻ എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 10,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. കമ്പനിയുടെ ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്ക് എത്തുമ്പോഴേക്കും ഒരു 20,000 രൂപയ്ക്ക് മീതെ വരുമാനം എത്തിയിട്ടുണ്ടാവും. സെയിൽസ് മാനേജർ എന്ന പോസ്റ്റ് എത്തുമ്പോഴേക്കും 40,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ
അക്കൗണ്ടിലേക്ക് വരുമാനമായിട്ട് വന്നിട്ടാവും. അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു പെർഫോമൻസ് ബോണസ് കൂടി വാങ്ങിക്കൊണ്ട് ഒരു അഡീഷണൽ വരുമാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള വെറും 13 പോസ്റ്റുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഈ 13 പോസ്റ്റും അച്ചീവ് ചെയ്തിട്ടുള്ള 3, 4, 5, 6 കൊല്ലം കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്ന് നമുക്കുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് വിദ്യാഭ്യാസമല്ല, ചിലപ്പോൾ ഞാൻ പ്രസന്റ് ചെയ്യുന്ന പോലെ പറയാൻ പറ്റില്ല, ഇത് ആളുകളോട് സംസാരിക്കണ്ടേ, എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ഒട്ടും പേടിക്കണ്ട, ഇത് നിങ്ങളുടെ അവസരമാണ്. ഇവിടെ ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഈ കമ്പനിയുടെ എല്ലാ ഫണ്ടുകളും വാങ്ങിച്ചെടുത്തിട്ടുള്ള ആളുകൾ. ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളുകളും ഈ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും കഴിവില്ലാത്ത ആളുകളും ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനം നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ സഹായിക്കുന്നത് ഫിജിറ്റൽ അക്കാഡമി എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ അക്കാഡമിയിലൂടെ നടത്തുന്ന സൂമിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തുന്ന പഠനങ്ങളും അതിനോടൊപ്പം ലീഡേഴ്സിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാവും. അപ്പൊ വലിയൊരു പ്രൊഫഷണൽ രീതിയിലാണ് ഫിജിക്കാർട്ട് ഈ ഒരു ബിസിനസിനെ കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ട് ഫിജിക്കാർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പാർട്ട് ആവുക, അത് കഴിഞ്ഞ ശേഷം എങ്ങനെ ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിക്കണം, ഫിസിക്കൽ ആയിട്ടാണോ ഡിജിറ്റൽ ആയിട്ടാണോ എത്തിക്കേണ്ടത് എന്നുള്ളതും കൃത്യമായി എങ്ങനെ ഏത് ആളുകളോടാണ് ഈ ബിസിനസ് പറയേണ്ടത്, എങ്ങനെയാണ് ഒന്നിച്ചൊരു ടീം വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെ ഫോളോ അപ്പ് എടുക്കണം, എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഈ ബിസിനസ് കൺവിൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല കിട്ടുക, പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 4 C's ആണ് നമ്മുടെ ബിസിനസ്സിൽ. അതായത് കെയർ, കമ്മിറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൺട്രോൾ. അതായത് ഒരു വ്യക്തിയുടെ വാക്കുകളും ആക്ഷൻസും അവരുടെ റിലേഷൻസും കൃത്യമായി കെയർ ചെയ്യാനും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ കമ്മിറ്റ്മെന്റ്, പാഷൻ ആൻഡ് ഡെഡിക്കേഷനോട് കൂടിയിട്ട് വർക്ക് എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് കൺട്രോൾ ചെയ്യാനും അങ്ങനെ ഒരു ഇമോഷണൽ ബാലൻസ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഉള്ള വ്യക്തികളായിട്ട് നമ്മളെ മാറ്റാനായിട്ട് ഫിജിറ്റൽ അക്കാഡമി നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇവിടെയുള്ള ലീഡേഴ്സും അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ നിന്ന് വലിയ വരുമാനങ്ങൾ വാങ്ങിയിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മളെ അത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ബിസിനസ് പ്ലാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഏതൊരു സാധാരണപ്പെട്ട വ്യക്തിക്കും ഒരു മിനിറ്റ് ഹലോ ജസിറ മാം, സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ആയിട്ടില്ല? ഓക്കെ, എന്തായാലും മാമിന് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ ഒരു പ്ലാൻ പറഞ്ഞ് കഴിഞ്ഞ നിമിഷമാണ് ആൾ എക്സിറ്റ് ആയിട്ടുള്ളത്. എന്തായാലും താങ്ക് ഗോഡ്. അപ്പോ നമുക്കില്ലേ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ് കേൾക്കാൻ എന്താണ് എന്നറിയാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ഇതിലേക്ക് കടന്നു വന്നിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും വളരെ വ്യക്തമായിട്ട് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ജസീറ മാം. കാരണം ഒരു സാധാരണ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അസാധാരണമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതൊരു ടീം വർക്കിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒക്കെ കഴിവുകളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു വലിയ സ്വപ്നവും അത് നേടിയെടുക്കാനുള്ള ഒരു മനസ്സുള്ള ആളുകൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് fijica.com എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ മാഡത്തിന്റെ ഓരോ വാക്കുകളും ഓരോ സ്ലൈഡുകളും ഓരോരുത്തർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് എത്രത്തോളം ഒരു സാധാരണക്കാരനെ മാറ്റിമറിക്കും എന്ന്
നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ഓരോ ആളുകളുടെയും എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ നമുക്കൊരു ചീഫ് ഗസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാകും. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ഗസ്റ്റിനെ നമ്മുടെ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യുക എന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം 5 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അത്രയ്ക്കും ഒരു പേഴ്സണാലിറ്റി ഉള്ള ആള് അതിനുശേഷം വീണ്ടും ഒരു 5 വർഷം ഒരു കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ BEdും ടെറ്റും നെറ്റും ഒക്കെ എഴുതി വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആള്. പക്ഷെ അതിനേക്കാളും വലുതാണ് സ്വപ്നം എന്ന് മനസ്സിലാക്കി തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള അവസരം അതിന് ഉപയോഗപ്പെടില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അത് എത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ വേറൊരു ചൂസ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണ് പാർട്ട് ടൈം ആയിട്ട് ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള പ്രിൻസ് സാറാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെയധികം നമുക്ക് ഓരോരുത്തർക്കും ഇൻസ്പിറേഷൻ തരുന്നതാണ്. കാരണം വേറൊന്നല്ല, എന്തുകൊണ്ടാണ് ഫിജികാർട്ട് ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടും അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തി തന്നെ വരാൻ ഇതിലേക്ക് ചൂസ് ചെയ്യാൻ കാരണം എന്ന് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കും. തീർച്ചയായിട്ടും അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഠമാണ്. എങ്ങനെയാണ് ഇവിടെ വന്ന് നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ അറിയാൻ പറ്റും. നമ്മുടെ കമ്പനിയുടെ 11ാമത്തെ റാങ്ക് ആയിട്ടുള്ള സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിൻസ് സാറിന് വളരെയധികം സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. വെൽക്കം പ്രിൻസ് സാർ, വെൽക്കം ടു ദ സ്ക്രീൻ. ഗുഡ് ഈവനിങ്. റെയ്ഹാനോട് ഓഡിബിൾ അല്ലേ? ഓക്കെ ആണ് സാർ. ഓക്കെ ഓൾ ഓഫ് യു ഗുഡ് ഈവനിങ്. ഓൾറെഡി ഒരു യാത്രയിലാണ്, നല്ല മഴയാണ്. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടില്ല, ഞാൻ ഇന്ന് വിചാരിച്ചത് നമ്മളെ മീറ്റിംഗിൽ ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, കാരണം പല സ്ഥലത്തും എനിക്ക് തോന്നുന്നു 1-2 ദിവസമൊക്കെ ആയിട്ട് അതിശക്തമായിട്ടുള്ള മഴയാണ്, കറണ്ട് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ മീറ്റിംഗിൽ കയറിയ സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് 1000-ഓളം ആളുകൾക്ക് മാത്രമേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. എന്റെ വാക്കുകൾ ഇപ്പോൾ ഏകദേശം 1000-ഓളം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം എന്ന് പറയുന്നത് ഒരു ബിസിനസ് അവസരം തേടി നടക്കുന്ന, അല്ലെങ്കിൽ ഒരു ബിസിനസ് അവസരം ഞാൻ ചെയ്യുന്ന ജോലിയോടൊപ്പം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എന്റെ പഠനത്തോടൊപ്പം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കൊരു അവസരം ലഭിക്കുമോ എന്ന് അന്വേഷിച്ചു നടക്കുന്നല്ലേ. എനിക്ക് തോന്നുന്നു 1000-കണക്കിനല്ല 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലീസിലായിരുന്നു. 5 വർഷത്തോളം ആ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുകൂടെ വിദ്യാഭ്യാസമൊക്കെ നേടാൻ തോന്നി. അങ്ങനെയാണ് BEd ടെറ്റ് സെറ്റ് ഒക്കെ എഴുതി കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 5 വർഷത്തോളം ആ മേഖലയിൽ വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ വളരെ യാദൃശ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പലരും എന്നെ പോലെ വളരെ യാദൃശ്യമായിട്ടില്ല ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് സാധ്യത കേൾക്കാൻ ഇടയായതായിരിക്കാം. വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ജസീറ മാഡം വളരെ കൃത്യമായിട്ട് പ്ലാൻ പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പല ആളുകളുടെ മനസ്സിലും അല്ലെ ഒരുപക്ഷെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു പ്രസന്റേഷൻ കേട്ടിട്ടുണ്ടാവും. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഒരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് ശമ്പളം, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഓണോ വിഷുവോ അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്തുള്ള ഒരു അലവൻസ് ആയിരിക്കും. പക്ഷെ ഈ ഒരു പ്രസന്റേഷൻ കേട്ട സമയത്ത് 6 തരത്തിലുള്ള വരുമാനം വാങ്ങിക്കാൻ പറ്റുമെന്നില്ലേ കേൾക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു പ്രസന്റേഷൻ കേട്ട സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. കാരണം ഒരു ജോലിയിലൂടെ ലഭിക്കുന്ന ശമ്പളം, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു വിഷുവോണൊക്കെ വരുമ്പോൾ കിട്ടുന്ന ബോണസിലൂടെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഓരോ ജോലി ചെയ്യുന്ന എന്നെ പോലെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു 10,000 രൂപയെങ്കിലും എക്സ്ട്രാ ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി എല്ലാം നമ്മൾ ഫോണിലാണല്ലോ അടിച്ചു നോക്കുക, എങ്ങനെ എന്തിനും സൊല്യൂഷൻ നമ്മൾ മൊബൈലിലാണല്ലോ നോക്കുക. അപ്പൊ അങ്ങനെ നോക്കിയ സമയത്താണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് 100 കോടി രൂപ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അറിയാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു സൂം മീറ്റിംഗിലൂടെ അല്ല ഞാൻ പ്രസന്റേഷൻ കേട്ടത്. അപ്പൊ എന്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ടീച്ചറാണ്, ആ ടീച്ചിങ് മേഖലയോടൊപ്പം എനിക്ക് ഈ ഒരു അവസരം ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സമയത്ത്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് ശനി ഞായർ ആയിരിക്കും ലീവ് ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സമയത്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു എന്താ പറയാ ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തിരഞ്ഞെടുത്തത്. ജോലി ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, 100% നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടോ തിരഞ്ഞെടുക്കാൻ ഈ ഒരു അവസരം പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100% അത് പറ്റുമെന്നുള്ളതാണ്. കാരണം ഞാൻ 1.5 വർഷം ഒരു പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്.
ഇനി നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ലേ, ഒരു അധ്യാപകനെ പോലെയല്ല, വിദ്യാർത്ഥികൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. എന്താ പറയാ, അവർക്ക് പഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ആ ഒരു സമയം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ട് ടൈം ആയിട്ട് ഈ മേഖല തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോ നിങ്ങളൊരു വീട്ടമ്മയാണ്, അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടു ജോലി ഒക്കെ കഴിഞ്ഞില്ലേ 1-2 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വീട്ടമ്മമാർ ഈ ഒരു മേഖലയിൽ വിജയിച്ച ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു വീട്ടമ്മയ്ക്കും ആ ഒരു സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു അവസരത്തെ തെരഞ്ഞെടുത്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മളൊരു പാർട്ട് ടൈം ജോലി ചൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ടൈമിംഗ് ഉണ്ടാവും, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിപ്പോ ഒരു യാത്രയിലാണ്, എനിക്ക് തോന്നുന്നു റെയ്ഹാനോട് ഓൾറെഡി വീട്ടിലാണ് അല്ലെ, ജസീറോട് ഓൾറെഡി വീട്ടിലാണ്. അപ്പം നിലവിലുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് ആ ഒരു സമയം മാറ്റി വെച്ചുകൊണ്ടല്ലേ അവരവരുടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മുമ്പേ അല്ലെ പ്ലാൻ പ്രസന്റ് ചെയ്ത ജസീറോടായിക്കോട്ടെ, അതോടൊപ്പം തന്നെ റെയ്ഹാനോടായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങിയ വീട്ടമ്മമാരാണ് അല്ലെ. അപ്പൊ അത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവരെ കുട്ടികളെ നോക്കി കിട്ടുന്ന സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്ത് അതിലൂടെ മികച്ച ഒരു വരുമാനം അല്ലെ, മാത്രമല്ല അവർ ആഗ്രഹിക്കുന്ന ഫ്രീഡത്തോടു കൂടി ചെയ്തുകൊണ്ട് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2 വീട്ടമ്മമാർ ഇന്ന് പ്ലാൻ പ്രസന്റ് ചെയ്തായിക്കോട്ടെ, ഇന്ന് MC ചെയ്ത മേഡായിക്കോട്ടെ അല്ലെ. ഞാനിത് പറയാൻ കാരണം പല ആളുകളെ സംബന്ധിച്ചും നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടി വീട്ടിലിരുന്ന് ഇപ്പോഴും ഇത് ചെയ്യണോ എന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരാൾക്കും ഏത് സമയത്തും പ്രായമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ മറ്റു മാനദണ്ഡങ്ങളോ ഒന്നുമില്ലാതെ തെരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇത്ര നേരം നിങ്ങൾ കേട്ടത്. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. നമ്മൾ എന്ത് കേട്ട് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അല്ലെ, നമ്മുടെ മനസ്സിലുള്ള സംശയങ്ങൾ ഒരിക്കലും ഒറ്റയടിക്കൊന്നും തീരില്ല. കാരണം ഒരു പുതിയ മേഖലയാണ്, ആ മേഖല കേൾക്കുന്ന സമയത്ത് ഇത് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു പക്ഷേ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഒരു പോലീസിൽ വർക്ക് ചെയ്താൽ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആരും പഠിപ്പിക്കാറില്ല. ഒരു ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്താൽ ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആരും പഠിപ്പിക്കാറില്ല. കാരണം B.Ed ഒക്കെ ചെയ്യുന്ന സമയത്തിലെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്, ബിസിനസ് അല്ല പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അല്ലെ, പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിയമപരമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം നിയമപരമല്ലാത്തൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത്രയും ലീഗലായിട്ട് നടക്കുന്ന. ഇനി സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇന്ത്യൻ കൺസ്യൂമർ അഫയേഴ്സ് ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളത് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഏതൊരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്തും അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊരു സംശയമായിരിക്കും അല്ലെ, ഏത് കമ്പനി ആണെങ്കിലും അതിന്റെ ആസ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഞാൻ കേൾക്കാറുണ്ട്, നമുക്ക് ജ്വല്ലറിയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. പക്ഷേ ജ്വല്ലറി മാത്രമല്ല അല്ലെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇന്ന് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ടൂറിസ്റ്റ് മേഖല, അതായത് ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യുന്നവരെ ടൂർ പാക്കേജുകളൊക്കെ എടുത്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് തന്നെ വയനാട് ആയിക്കോട്ടെ, ഊട്ടി, മൂന്നാർ, പല സ്ഥലങ്ങളിലും നമുക്ക് ഡിഫറെന്റ് പാക്കേജസ്, ഞാനത് പറയുന്നത് സർവീസ് ആണ് അല്ലെ, ആ സർവീസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഫിജിക്കാർഡ് ചെയ്യുന്ന ഏതൊരാൾക്കും വരുമാനം വാങ്ങിക്കാൻ സാധിക്കുമെന്നതാണ്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാക്കേജാണ്. അപ്പൊ നമുക്കറിയാം ഒരു വർഷത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ പാക്കേജ് കൊടുക്കുന്ന ആൾക്ക് എപ്പോ വേണമെങ്കിലും ആ ഒരു പാക്കേജ് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതാണ് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് സർവീസ്. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇന്ന് ഫിജിക്കാർഡിൽ അവൈലബിൾ ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ, ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് പല്ല് തേക്കുന്ന ബ്രഷ് ഇല്ലേ, നിങ്ങൾക്ക് ഫിജിക്കാർഡിലുണ്ട്. കോൾഗേറ്റ് ഫിജിക്കാർഡിലുണ്ട്. ഇനി ചായ കുടിക്കണേ ഞാൻ പറയേണ്ട ആവശ്യമില്ല, 1000 ഏക്കർ എന്ന് പറയുന്നല്ലേ, കൊച്ചയ്ക്ക് സ്വന്തമായിട്ട് 1000 ഏക്കർ വയനാട്ടിലുണ്ട് അല്ലെ. അപ്പം ചായപ്പൊടി ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളായിക്കോട്ടെ, കിച്ചൺ വെയർസ്, ഇൻഡക്ഷൻ കുക്കർ, ഇൻഫ്രാഡ് കുക്കർ, പ്രഷർ കുക്കർ തുടങ്ങിയ എല്ലാവിധ പാത്രങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഡ്രസ് കാറ്റഗറീസിലെ നമുക്ക് ഓണം ആണ് വരാൻ പോകുന്നില്ല, അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സാരി കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നമുക്ക് ഫിജിക്കാർഡിലുണ്ട്. മാത്രമല്ല അല്ലെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ നമ്മളുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് 8ാമത്തെ വാർഷികമായിരുന്നു അല്ലെ, അന്ന് ബോബി സാർ തന്നെ അല്ലെ ആ സാരി ഒക്കെ കയ്യിലെടുത്തിട്ടുള്ള ഡാൻസ് ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലാണ് അല്ലെ. അപ്പൊ അത് ധരിച്ചിട്ടുള്ള കുറെ മോഡലുകളൊക്കെ അല്ലെ ആ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡ്രസ് കാറ്റഗറി ഇന്ന് ഫിജിക്കാർഡിൽ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ അല്ലെ നീഡായിട്ടുള്ളത് അതെല്ലാം ഇന്ന് ഫിജി കാർഡ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ഗോൾഡ് അല്ലേ, അപ്പം എനിക്ക് സ്വർണത്തെ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് വരുമാനം വാങ്ങാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയം ഒരു പക്ഷേ ഇത് കേൾക്കുന്ന പല ആളുകളുടെ മനസ്സിലുണ്ടാവും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അല്ലെ എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതൊരു ഒക്കേഷനിലും ഒരു കുട്ടി ജനിച്ചാലായിക്കോട്ടെ, പാലുകുടി ആയിക്കോട്ടെ, മാമോദിസ എന്ത് ചടങ്ങാണെങ്കിലും സ്വർണത്തെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങില്ല. അപ്പൊ നമുക്ക് അല്ലെ ഒരു മാരേജ് ആയിക്കോട്ടെ, എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, അതൊക്കെ സ്വർണം എന്താ പറയാ മസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ഫിജി കാർഡിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഗോൾഡിനെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടില്ലേ, അതായത് നിങ്ങളുടെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സുഹൃത്തിന്റെ സുഹൃത്തൊക്കെ ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഐക്യ നമ്പർ അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷൻ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റൂലേ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ കട തുടങ്ങണമെങ്കിൽ പോലും നമുക്ക് ലക്ഷങ്ങൾ വേണം. ഇനി തുടങ്ങി കഴിഞ്ഞാലോ അതിലേറെ റിസ്ക് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്ത് അല്ലെ നമുക്ക് എന്താ പറയാ കേരളത്തിലോ ഇന്ത്യയിലോ ഇനി എന്താ പറയാ ഇനി മറ്റു പല സ്ഥലങ്ങളിൽ എവിടെയാണോ ബിസിനസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഒന്നില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നതിൽ ആളുകൾക്ക് വിരൽത്തുമ്പ് കിട്ടണം. പണ്ട് കാലഘട്ടങ്ങളിലായിരുന്നല്ലേ പോയി കണ്ട് കാര്യങ്ങളൊക്കെ എന്താ ചെയ്യുക ആ ലെവലിലേക്കുള്ള ഒരു ചിന്താഗതിയില്ലേ. അപ്പൊ നമുക്ക് വേണേൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഫിജി കാർഡിന് ഫിസിക്കൽ സ്റ്റോഴ്സ് അവൈലബിൾ ആണ്, അതിലൂടെ വാങ്ങാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ വരുമാന സാധ്യത അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അതിലേക്ക് ഒന്ന് ഊന്നൽ നൽകുകയാണ്. 6 തരത്തിലുള്ള വരുമാനമാണ് ഫിജി കാർഡിൽ നിന്ന് ഏതൊരാൾക്കും വാങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇപ്പം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് വന്ന് നാളേക്ക് ലക്ഷങ്ങൾ കിട്ടുമോ? കാരണം ഇത് ചിന്തിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ഫിജി കാർഡിൽ നിന്ന് 1 കോടിയുടെ 2 പേരാണ് 1 കോടിയുടെ ഇതിന്റെ അവസാനത്തെ റാങ്കിൽ എത്തി ചെക്ക് വാങ്ങിയത് കഴിഞ്ഞ പ്രോഗ്രാമില്ലേ. അപ്പൊ ഞാനിത് പറയാൻ കാരണമല്ലേ പല ആളുകളെ ഒരു ആശങ്കയാണ്, ഇത് ലക്ഷങ്ങളും കോടികളും ഒക്കെ കിട്ടും അല്ലെ. പക്ഷെ ഒരു ബിസിനസ്സിൽ ലക്ഷങ്ങളും കോടികളും കിട്ടൂലേ, അതിനൊരു സമയമുണ്ട്. അപ്പൊ ഞാനൊരു ടീച്ചിങ് മേഖലയിൽ നിന്ന് വരുന്ന ആളാണ്. എന്താ പറയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി.എഡ് കഴിഞ്ഞു, പിന്നെ ടെറ്റും സെറ്റും എഴുതിയെടുത്തു. ഏകദേശം 5-6 വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് മാസം 40,000 കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഇതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫിജി കാർഡാണ്, ഇവിടെ കഴിവുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇതുപോലെ മീറ്റിംഗ് കയറി സംസാരിക്കണോ? വേണ്ട, സംസാരിക്കാൻ കഴിവുള്ള ആളെ കണ്ടെത്തിയാൽ മതി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് കുറച്ച് പ്രായം അധികമാണ്, കുഴപ്പമില്ല, പ്രായം കുറഞ്ഞ ആളുകളെ കണ്ടെത്തിയാൽ മതി അല്ലെ. അപ്പൊ ആ തരത്തിലേക്ക് എന്താ പറയാ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെ മറ്റുള്ള ആളുകൾ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുക്കുമ്പോൾ വിജയിക്കാൻ പറ്റുന്നൊരു മേഖല എനിക്കറിയില്ല അങ്ങനെ ഒരു മേഖല ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഫിജി കാർഡ്. ഇനി എത്രത്തോളം പ്രൊഡക്ട്സിലെ നമുക്ക് എന്താ പറയാ നമ്മളിലൂടെ ബിസിനസ് നടക്കുന്നുണ്ടോ അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1000 രൂപയ്ക്ക് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ 1000 രൂപയുടെ കമ്മീഷൻ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എത്രത്തോളം ഫാമിലിയിലേക്ക് ഫിജി കാർഡിന്റെ കടകൾ രജിസ്റ്റർ ചെയ്ത് നൽകുന്നുണ്ടോ ആ കടയിൽ നിന്നൊക്കെ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭം കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അത് കൂടാതെ മൂന്നാമത്തെ വരുമാനം അല്ലെ മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മാസം ഒരു 10,000-18,000 രൂപ വാങ്ങിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഇന്ന് നമുക്കുണ്ട്. കാരണം കിടന്നുറങ്ങുന്ന സമയത്തും പേടിയാണ് അല്ലെ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നുമില്ല. വാങ്ങുന്ന സാധനത്തിനൊക്കെ ഭയങ്കര ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിന് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ. സംസാരിക്കുന്ന എനിക്ക് നാളെ രാവിലത്തേക്കുള്ള വാറണ്ടി പോലും ഇല്ല. കാരണം അത് പറയാൻ പറ്റില്ല അല്ലെ, അത് നമ്മളെ കയ്യിലല്ല. പക്ഷെ മറ്റത് അങ്ങനെയല്ല. എല്ലാം എന്താ പറയാ ഒരു ഫ്രിഡ്ജോ ടിവിയോ എന്ത് വാങ്ങിയാലും അതിന് വാറണ്ടി 5 വർഷം 6 വർഷം 8 വർഷം 10 വർഷമൊക്കെ. നമുക്കാണ് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഇല്ലാത്തതില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കില്ലേ, ഇപ്പൊ എന്റെ വാക്കുകൾ കേൾക്കുന്ന പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം, ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് എന്താണ് ഫിജി കാർഡിൽ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നില്ലേ ഈ ഒരു 1-2 ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ തരത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അല്ലെ നമ്മളെ ബിസിനസ് എത്രത്തോളം ഫാമിലിയിൽ എത്തുന്നു അതിലൂടെയൊക്കെയുള്ള വരുമാനം വാങ്ങിക്കാൻ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല ഇതിന്റെ 11 അവസാനത്തെ 3 റാങ്കിൽ എത്തുന്ന സമയത്ത് 0.5 മുതൽ 1.5% വരെ വാങ്ങിക്കാൻ പറ്റും അല്ലെ. പിന്നെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് എനിക്ക് തോന്നുന്നു അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഏകദേശം 1,65,00,000 രൂപയാണ് ഇതിന്റെ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലെ.
50,000 രൂപയാണ് ബൈക്ക് ഫണ്ട്. ഇനി ഇത് കിട്ടുമോ എന്ന് സംശയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഫിജി കാർഡിന്റെ ഒഫീഷ്യൽ പേജ് ഉണ്ട്. ആ പേജ് ഒന്ന് എടുത്തു നോക്കിയാൽ ചിലപ്പോൾ എണ്ണിയാൽ തീരില്ല നിങ്ങൾ, അല്ലെ? അത്രയധികം അച്ചീവേഴ്സ് 50,000 വാങ്ങിയിട്ടുണ്ട്, അല്ലെ? ഈ 50,000 വാങ്ങുന്ന ഒരു അച്ചീവേഴ്സിനെ സംബന്ധിച്ച് അതിന് മുന്നേ ഏകദേശം ഒരു 5-5.5 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, അല്ലെ? അവർക്ക് ഈ ബൈക്ക് വാങ്ങണമെങ്കിൽ ബൈക്ക് ഫണ്ടിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിന് മുന്നേ തന്നെ വേണമെങ്കിൽ വാങ്ങല്ലേ. പക്ഷെ ആ ഫണ്ട് കിട്ടുമ്പോൾ വാങ്ങുന്നതാണ് നല്ലത്. കാരണം നമുക്ക് മറ്റു പല ആവശ്യങ്ങളുള്ളത് കൊണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 10 ലക്ഷം രൂപയാണ് കാറ് വാങ്ങിക്കാൻ, അല്ലെ? ഇപ്പൊ മഴക്കാലാണ്, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും ഒരു എന്താ പറയാ, മഴ കൊള്ളാതെ എന്റെ ഫാമിലിയോടൊപ്പം ഒരു യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റില്ല. ഈ ആഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് നാളെ നമുക്ക് സ്വന്തമാകുള്ളൂ. എനിക്ക് തോന്നുന്നു, ഞാൻ ഫിജി കാർഡിൽ വന്ന സമയത്ത് എന്റെ അടുത്ത് കാറൊന്നുമില്ല, എന്റെ അടുത്ത് ബൈക്ക് മാത്രമാണുള്ളത്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിനകത്തുള്ള ഒരു 5 ലക്ഷം കണ്ട സമയത്ത് എന്റെ ഫാമിലിക്കും ഒരു ദിവസം, അല്ലെ, ഒരു ദിവസമെങ്കിലും, പലപ്പോഴും മഴയത്ത് പോകുമ്പോൾ ഇങ്ങനെ പറയും, എന്തെങ്കിലും ഒരു ദിവസം, അല്ലെ, ഒരു കാർ വാങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതാണ് കാർ ഫണ്ട് എന്ന് പറയുന്ന 5 ലക്ഷം. ഒരുപക്ഷെ എന്റെ മനസ്സിൽ കുറച്ച് മുന്നേ ആ ഒരു 5 ലക്ഷം വന്നത് കൊണ്ടായിരിക്കാം ഫിജി കാർഡ് ചെയ്തില്ലേ ഒരു 3.5-4 വർഷം കൊണ്ട് 5 ലക്ഷം എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചത്. ഞാൻ മാത്രമല്ല, ഫിജി കാർഡിൽ നിന്ന് ഒരുപാട് ആളുകൾ 5 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങിയിട്ടുണ്ട്. സംശയമുള്ളവര് ഓസിയുടെ പേജോ ഇനി അതല്ല ഫിജി കാർഡ് ഒഫീഷ്യൽ പേജോ നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് നിങ്ങളെ പോലെയുള്ള വീട്ടമ്മമാരുണ്ടോ, നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടോ, നിങ്ങളെ പോലെ മറ്റു ജോലിയിൽ നിന്ന് വന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് കേട്ട് നോക്കുക, അല്ലെ, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നോക്കുക. 100% എനിക്ക് പറയാൻ പറ്റും നമ്മളെ പോലെ തന്നെയുള്ള ആളുകളാണല്ലേ. മറ്റു പ്രത്യേകതകളൊന്നുമില്ല, 2 കണ്ണും കൈയും കാലും ഒക്കെ തന്നെയാണ് അവർക്കുള്ളത്. നമുക്ക് കിട്ടുന്ന സമയം അവർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ആ ടെക്നോളജിയുമായിട്ട് അവരെന്ത് ചെയ്തു, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്തു, അവർ വിജയിച്ചു. അതാണ്, അല്ലെ, ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെ, ഇവിടെ ഞാൻ വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീന്തം പഠിക്കുന്നതാണ്. വെള്ളത്തിൽ ഇറങ്ങിയാലേ നീന്തം പഠിക്കാൻ പറ്റും. നമ്മൾ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസ് നമുക്കില്ല, ഇവിടെ നഷ്ടപ്പെടാനൊന്നുമില്ല, ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് ബൈ ചെയ്ത് നമുക്ക് ഏത് സമയത്തും ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നിങ്ങൾ കേട്ടു എന്നുള്ളതാണ്. ഇനി യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാൻ ഫിജി കാർഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്താണ് യാത്ര. കാരണം 10 ലക്ഷം രൂപയാണ് ബോച്ചെ നമുക്കില്ലേ യാത്ര പോകാൻ വേണ്ടി തരുന്നത് 11ാമത്തെ റാങ്കിൽ എത്തിയാൽ. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം അത് തന്നെയായിരുന്നു. 10 ലക്ഷം രൂപ ഓൾറെഡി ക്വാളിഫൈഡ് ആയ സമയത്തിലെ ഇന്റർനാഷണൽ യാത്രകൾ പോകാം എന്നുള്ളത് വളരെ സന്തോഷം തോന്നിയ ആ ഒരു നിമിഷം. എനിക്ക് തോന്നുന്നു ഞാൻ ഫിജി കാർഡിൽ വരാനുള്ള കാരണം, അല്ലെ, അതുകൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഫിജി കാർഡിൽ എത്തിയെന്ന് ചോദിച്ചാൽ, കടബാധ്യത ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ജോലി ഉണ്ടെങ്കിൽ എന്താ പറയാ, എങ്ങനെയാ കടബാധ്യത ഉണ്ടാവുക എന്നുള്ളത്, അല്ലെ? അതും പലർക്കും വരുന്നൊരു സംശയമാണ്. അപ്പൊ ജോലി ചെയ്ത ആളുകളൊക്കെ നിങ്ങൾ റിലേറ്റീവിലുണ്ടാവും. 15 ലക്ഷം 20 ലക്ഷം ഒക്കെ ലോൺ എടുത്തിട്ടായിരിക്കും അവരൊരു വീട് വെക്കുക, അവരൊരു വണ്ടി വാങ്ങിക്കുക. അപ്പൊ അത് മറ്റുള്ള മുന്നിൽ നമുക്ക് എന്താ പറയാ, ഒരു വായ്പ ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഫിജി കാർഡിൽ വന്നത്. എന്റെ മനസ്സിലുണ്ടായിരുന്ന അവസാനത്തെ റാങ്കിലൊക്കെ എത്തിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിലുള്ള കടബാധ്യതയൊക്കെ തീർക്കാം, വീട് വെക്കാം, വണ്ടി വാങ്ങിക്കാം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനത്തെ റാങ്കിൽ ഇതുവരെ എത്തിയില്ല. എനിക്ക് തോന്നുന്നില്ലേ, വളരെ കുറഞ്ഞ ദൂരം മാത്രമേ മുന്നിലുള്ളൂ. 11ാമത്തെ റാങ്കിൽ നിൽക്കുന്ന സമയത്ത് 40 ലക്ഷത്തിന്റെ ഒരു വീട് സ്വന്തമായിട്ടുണ്ട്. 1 രൂപ പോലും ലോണില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഒരു കാറല്ലേ, ഞാൻ എന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. 20 ലക്ഷം രൂപയാണ്. പ്രത്യേകിച്ച് ലോണോ കാര്യങ്ങളോ ഇന്ന് 1 രൂപ പോലും ഇതിനില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പ്രിൻസ് എന്ന് പറയുന്നത് പോലെ, അല്ലെ, പ്രിൻസ് എന്ന് പറയുമ്പോൾ രാജാവാണ്. ഈ രാജാവ്, അല്ലെ, പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അർത്ഥം വന്നത് പലപ്പോഴും എന്റെ അച്ഛനമ്മയും ചോദിക്കാറുണ്ട്. സ്വയം പേരിട്ട് തെറ്റിപ്പോയാണോ എന്ന് പലപ്പോഴും അവർക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ശരിയാവാൻ എനിക്ക് തോന്നുന്നു ഫിജി കാർഡിൽ വന്നതിന് ശേഷമാണ് അത് ശരിയായിട്ട് അവർക്ക് തോന്നിയത്. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു ലൈഫാണ്. ആ ഒരേ ഒരു ലൈഫിൽ കളർഫുൾ ആയി ജീവിക്കണമെങ്കിൽ പണത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. മറ്റുള്ള ആളുകൾ എന്ത് ചിന്തിക്കും എന്ന് ചോദിച്ചാൽ അവര് ചിലപ്പം പലതും ചിന്തിക്കും, പലതും പറയൂലേ. അതിനുള്ള എക്സാമ്പിൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഞാനൊരു പോലീസിൽ വർക്ക് ചെയ്ത ഒരാളാണ്, അല്ലെ. എന്റെ ഒരു മുടിന്റെ ഒരു സ്റ്റൈല് നോക്കിയാൽ മതി, മുടി വളരെ നീണ്ടിട്ടാണ്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്നോട് പലപ്പോഴും പറയും, അല്ലടാ നിനക്ക് ഇതൊന്ന് മുറിച്ചിട്ട് കളഞ്ഞൂടെ, അല്ലെ. എന്റെ നാട്ടുകാർ ഇങ്ങനെ പറയാറുണ്ട്, അല്ലെ. ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് ഞാൻ എന്തിനാ മറ്റുള്ളവരെ വാക്കുകൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ. അപ്പൊ അതുപോലെ നമുക്കൊരു തീരുമാനം ഉണ്ടാവണം. ആരെന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മളൊരു തീരുമാനം. ഇപ്പൊ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി 5 വർഷം മുന്നേ
ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഏകദേശം ഈ ബിസിനസ്സിലൂടെ ഒരു 10-35 വർഷം പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ജോലി ചെയ്താൽ എന്താണോ സമ്പാദിക്കാൻ സാധിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ തുക എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചത് അല്ലെ. ഞാൻ എന്താ അങ്ങനെ പറയുന്ന സമയത്ത് പലർക്കും മനസ്സിലാവില്ല, എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ ഓൾറെഡി ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പം പലർക്കും തോന്നും ഇതൊക്കെ സത്യമാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും സത്യമാണ്. സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാൻ തയ്യാറാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു ബിസിനസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്തിൽ ആ ഒരു ബിസിനസ് നിന്ന് വ്യത്യസ്തമായിട്ട് ഫിജിക്കാർഡിൽ വിജയിക്കാൻ കഴിവുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അപ്പം പ്രായം കൂടിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇത്രയും പ്രായമല്ല, എനിക്ക് പറയുന്നത് പോലെ അല്ലെ സൂമിലൂടെ ഒന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് മനസ്സിലാവുന്ന ആളുകൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക, നിങ്ങൾ പരിചയപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കിങ്ങനെ മറ്റു ഭാഷകളൊന്നും അറിയില്ല, ഇത് അറിയുന്ന ആളുകളെ കണ്ടെത്തിയാൽ മതി അല്ലെ. എനിക്ക് യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, യാത്രകൾ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളെ കണ്ടെത്തിയാൽ മതി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വിജയിക്കുന്നത്. എനിക്കൊന്നും കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ 80-85 വയസ്സുള്ള ആളുകൾ സ്റ്റേജിൽ കയറി ട്രോഫി വാങ്ങുന്നു അല്ലെ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നി, കാരണം എന്താ, ഇവരെങ്ങനെ ട്രോഫി വാങ്ങുന്നത്? പ്രായം കുറവുള്ള ആളുകൾ ഇവരുടെ ടീമിലുണ്ട്, അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ഇവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, പണം കയറുന്നു അല്ലെ. അങ്ങനെ അവർക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സമയം ഒട്ടും വൈകിയിട്ടില്ല. ഞാൻ നേരത്തെ എന്റെ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്, എന്റെ തീർച്ചയായിട്ടും അല്ലെ അങ്ങനെ നമ്പർ ഒരിക്കലും ഇതിൽ ഷെയർ ചെയ്യാൻ സാധിക്കില്ല. കമ്പനിയിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ടീം ലീഡർ ആരാണോ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞതുപോലെ എവിടെയാണോ സംശയം ഉള്ളത് അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അല്ലെ. അപ്പൊ പലപ്പോഴും പല ആളുകളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്ക് എല്ലാ സംശയങ്ങളും ഈ മീറ്റിംഗ് പറയാനോ തീർക്കാനോ സാധിക്കില്ല. ഇതൊരു സൂം മീറ്റിംഗ് ആണില്ല, എനിക്കൊരു 10-15 മിനിറ്റ് സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരേ ഒരു ലൈഫാണ്, വളരെ കുറഞ്ഞ സമയം അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ഓരോ ആളുകൾ ജീവിക്കണം. ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്റെ വീട്ടിൽ നിന്ന് എന്നോട് എപ്പോഴും പറയുന്നതാണ് അല്ലെ, 54-55 വയസ്സായിട്ട് പെൻഷനായിട്ട് എന്താ പറയാ ലോകം ചുറ്റിക്കറങ്ങിയാൽ പോരെ എന്നുള്ളതൊക്കെ പലപ്പോഴും പല ആളുകൾ പറയാറുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റിന് എല്ലാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെ, നല്ല ആരോഗ്യവും നല്ല മനസ്സുള്ള സമയത്ത് നമുക്ക് ചുറ്റിക്കറങ്ങാൻ സാധിക്കണം അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കല്ലേ, പലപ്പോഴും പല ആളുകളും അല്ലെ പണം ഒരുപാടുണ്ട്, പക്ഷെ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റില്ല. കാരണം എന്താ, പ്രായം എത്തിയില്ലേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ല ആരോഗ്യം നല്ല മനസ്സുള്ള സമയത്ത് നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റണം, നല്ല വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റണം, മറ്റുള്ള ആളുകളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ നമുക്ക് പറ്റണം അല്ലെ. അപ്പൊ അതിന് പണത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ബോസിയാണ്. തരുമോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമല്ല, കാരണം എന്താ വെച്ചാല് ഒന്നുമല്ലാത്ത ഒട്ടും പരിചയമില്ലാത്ത ആർക്കൊക്കെയോ എന്തൊക്കെയോ ലക്ഷങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്ക് തരുമോ എന്ന് ചോദിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല. 100% കഴിഞ്ഞ 2 ദിവസം മുന്നേ നടന്ന പ്രോഗ്രാമിലും 5 ലക്ഷത്തിന്റെയും 50 ലക്ഷത്തിന്റെയും 1 കോടിയുടെ ഒക്കെ ചെക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലും ഫിജിക്കാർഡിന്റെ ഒഫീഷ്യൽ പേജിലും നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഇനിയും നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പല ആളുകളും മെസ്സേജ് അയക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിക്കുക അല്ലെ. അവരോട് ചോദിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അല്ലെ. എല്ലാ സംശയവും തീർത്തിട്ടൊന്നും ഒരിക്കലും ഫിജിക്കാർഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് പറയുന്നത് അതങ്ങനെയാണല്ലേ, ചെയ്യുമ്പോഴാണ് നമുക്ക് സംശയങ്ങൾ വരിക. അല്ലാതെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളെ സംശയങ്ങൾ തീരില്ല. ഫിജിക്കാർഡ് നിങ്ങൾ ഏറ്റെടുക്കുക, അങ്ങ് ചെയ്യല്ലേ, നഷ്ടപ്പെടാനൊന്നുമില്ല അല്ലെ. ഫിജിക്കാർഡിന്റെ ക്യാപ്ഷൻ അങ്ങനെ തന്നെയാണ് അല്ലെ, നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് നേടാനാണ് പലതും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നേടാൻ സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ അല്ലെ, ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ സാധിക്കട്ടെ. എന്തായാലും നിങ്ങളില്ലേ, എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇന്നത്തെ ഒരു മീറ്റിംഗിൽ ഒരു അധ്യാപകനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ജോലിയൊക്കെ ഒഴിവാക്കി വന്നതാണെന്നൊക്കെ പറയുമ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണല്ലേ, ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും തകരാറുള്ള ഒരു അധ്യാപകനായിരിക്കും എന്നുള്ളത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു തകരാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-50 വർഷം സർവീസ് ചെയ്താൽ എന്താണോ വാങ്ങേണ്ടത് അത് ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ജോലിയൊക്കെ റിസൈൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഇന്നത്തെ ദിവസം നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആ ഒരു തീരുമാനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അല്ലെ, ആ ആഗ്രഹങ്ങൾ ഈ ഒരു വളരെ ചുരുങ്ങിയ ഒരു ലൈഫിൽ നിറവേറ്റാനും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട ആഹാരം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും, ഇഷ്ടമുള്ളതുപോലെ അല്ലെ നമ്മളെ ചിന്തകൾക്കനുസരിച്ച് സഞ്ചരിക്കാനും അല്ലെ, പലപ്പോഴും പണം ഒരു തടസ്സമാണെങ്കിൽ അത് നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ആശംസിച്ചുകൊണ്ടില്ലേ, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ എന്റെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രിൻസ് സർ. നിങ്ങൾക്ക് ഏകദേശം ഫിജിക്കാർഡിലെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടു.
പല ആളുകളും അല്ലെ ആദ്യമായിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ എന്ത് കുറെ കേട്ടതാണ്, ഇതൊന്നും നടപ്പാവാൻ പോണില്ല എന്ന് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയായിരിക്കും പലർക്കും ഉണ്ടാവാം. അപ്പൊ പല ആളുകളും ഇങ്ങനത്തെ അത്ഭുതകരമായിട്ടുള്ള കഥകൾ ഇവിടെ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും ഒരുപാട് സ്റ്റോറികൾ പറയാനുണ്ടാകും. പക്ഷെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഫിജിക്കാർട്ട് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് പല പല MLM കമ്പനികൾ, പല കമ്പനികൾ നമ്മളൊക്കെ കേട്ടിട്ട് കാണും. അപ്പൊ കേട്ട കമ്പനികളൊക്കെയും പലതരത്തിലുള്ള നിയമ പ്രശ്നങ്ങളിലൂടെ ഒക്കെ പല പ്രശ്നങ്ങളും മുൻപ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് പലർക്കും പുതുതായി വരുന്ന ഒരു സംഭവത്തിനെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ബോച്ചെ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിയിട്ട് അത് വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാള്, അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ ഇ കൊമേഴ്സ് സംരംഭം അത് ഏറ്റവും നന്നായിട്ട് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ എന്താ പറയാ ചരിത്രമായി മാറും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറാൻ ഈ ഒരു പ്രസ്ഥാനം നമുക്ക് സഹായിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം 147 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് അവസരങ്ങളുടെ പെരുമഴയാണ് ഈ കിടക്കാൻ പോകുന്നത്. നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് വിൽക്കുന്ന ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ബിസിനസ്സിനൊപ്പുറം ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്താം. 147 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് കടന്ന് ഇതുപോലെ കണക്ഷൻ ചെയ്തു വരാ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ സോൾ എന്താന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബിസിനസ് എന്താന്ന് മനസ്സിലാക്കുക, അറിവുള്ള ആളുകളോട് ചോദിക്കുക, നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിക്കുക, അവരുടെ ലീഡേഴ്സുമായിട്ട് സംസാരിക്കുക, പഠിക്കുക, എന്താണ് ഈ ബിസിനസ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യേണ്ടത്, അതിൽ എന്തൊരു തോൽവി സംഭവിച്ചാൽ അതിനെങ്ങനെ മറികടക്കണം എന്നുള്ളതൊക്കെ പഠിക്കാൻ തയ്യാറാണ് ആണെങ്കിൽ ഒരു സാധാരണ വീട്ടമ്മയായി തുടർന്നിരുന്നു ഞാൻ ഒരു MBA ഹോൾഡർ ആയിട്ട് പോലും നമ്മൾ മക്കളെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ നോക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും പല ആളുകൾക്കും അതൊന്നും നേടിയെടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ വീട്ടിലിരുന്നും ഇറങ്ങിയും ഒക്കെ ഏത് തരത്തിൽ വേണോ വർക്ക് ചെയ്യണത് അതിനെല്ലാം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് എന്താണ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഇത്രയും സുന്ദരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഈ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. തീരുമാനം എടുക്കുക. ജീവിതത്തില് പലരും പലതും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആവാൻ ഈ ഒരു ഫിജിക്കാർട്ട്, ഈ ഒരു ടീം വർക്ക്, ഈ ഒരു കമ്പനി, ഇതിന്റെ തലവനായിട്ട് നിൽക്കുന്ന ബോച്ചെ, ഇതൊക്കെ ഒരു കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ റൈഹാന, സോണൽ സെയിൽസ് മാനേജർ ഓഫ് fijicardt.com, സൈനിങ് ഔട്ട്. താങ്ക് യു.